ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയാണ്. കണ്ടിട്ട് എന്ത് തോന്നുന്നത്? എന്തുകൊണ്ടുണ്ടാക്കിയതായിരിക്കും? ഒരു ബണ്ണിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടല്ലേ? അല്ല. ഓക്കെ, അതിനായിട്ട് ഞാൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്, ചിക്കൻ്റെ. ഇതൊന്ന് ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് ഞാൻ ഇതിനകത്തിട്ടൊന്ന് വേവിച്ച് ഇത്തിരി നേരം വേവിച്ച ശേഷമാണ് ഫ്രൈ ആക്കി എടുത്തിരുന്നത്. എന്തവിടെ കിടക്കുമ്പോൾ തന്നെ അത് വറ്റി ഫ്രൈ ആയിക്കോളും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, സവോള ഇട്ടു. അധികം വലിപ്പില്ലാത്ത ഒരു 1.5 സവോളയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് ഇടുന്നുണ്ട്. സവോള അധികമായിട്ട് വഴറ്റുന്നില്ല. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. ബോൺലെസ് ആണ്, അപ്പം ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ്റെ പീസെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇതിനകത്തേക്ക് തട്ടാം. അപ്പോൾ ഈ സവോളയുടെ ഇതിനകത്ത് കിടന്നിട്ട് അല്പം ഉപ്പും ചേർക്കുന്നുണ്ട്. ഈ സവോളയിൽ കിടന്നിട്ട് ചിക്കൻ്റെ പീസ് ഒന്ന് ഫ്രൈ ആവും ചെറുതായിട്ട്. സവോള ഇനി അധികം അങ്ങോട്ട് ഫ്രൈ ആവില്ല, ആ ഒരു പച്ചപ്പ് തന്നെ സവോളയുടെ നിലനിർത്തും. ഒരല്പം കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. റംസാനൊക്കെ ആകുമ്പോൾ അധികം അത്ര അങ്ങോട്ട് എരിവ് അങ്ങോട്ട് കഴിക്കാറില്ല, ചെറുതായിട്ട് ചേർക്കാറുള്ളൂ. ശരിക്കും ഒന്ന് ഇളക്കി ചേർത്ത് നമുക്ക് കാണാൻ പറ്റും സവോള ഇങ്ങനെ ഒരു പച്ചപ്പോടുകൂടി തന്നെ സവോള കിടപ്പുണ്ട്. സവോളയും ചിക്കനും നമ്മൾ യൂസ് ചെയ്യണ റൊട്ടിയാണ്, ബ്രെഡ്, അതും കൂടി ആയിട്ട് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. സവാള അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള ആ ഒരു ഇത് മതി. ഇനി ഇതിലേക്ക് അല്പം പുതിന മല്ലിയില ചെറുതായിട്ട് കുത്തി അരിഞ്ഞത് ചേർക്കാം. അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് അധികം ഒന്നും വാടിയൊന്നും വേണ്ട. ഓക്കെ, ഈ ഒരു ലെവലിൽ മതി. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ ഉൾഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതൊരു പാത്രം എന്തെങ്കിലും റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും ഷേപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ബാക്കി വരുന്ന പീസ് കൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാകുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ ഈ ഷേപ്പാണ് കിട്ടുന്നത്. ഞാൻ 12 എണ്ണം, അതായത് 6 എണ്ണത്തിന് വേണ്ടി 12 പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി വരുന്ന ബ്രെഡിൻ്റെ പീസെല്ലാം ഇതിനകത്തിട്ടിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ഫൈൻ പൗഡറായി ഒരു ഫ്രൈങ് പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. ഓക്കെ, കുറച്ച് നമുക്ക് ഇപ്പോഴത്തെ യൂസിന് വേണ്ടിയിട്ട് കുറച്ച് ഇപ്പോൾ എടുക്കാം. ഇത് ഡിപ്പ് ചെയ്യാനായിട്ട് 2 കോഴിമുട്ട എടുക്കുന്നുണ്ട്. ഈ കോഴിമുട്ടയിൽ ഒരല്പം, അത് 1/2 സ്പൂണോളം പെപ്പർ പൗഡർ, 1/2 സ്പൂൺ തൈല കുറച്ചിടുന്നുള്ളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ കുറേ അങ്ങ് താഴത്തേക്ക് അങ്ങ് പോയി പോകും. ശരിക്കും ബീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല. ആദ്യം നമുക്ക് ഇത്തിരി വെള്ളത്തിൽ ഈ റൗണ്ട് ചുറ്റും ഒന്ന് വെള്ളം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഫില്ലിങ് വെക്കണം. നന്നായിട്ട് തിക്കി നിറയ്ക്കാം, കാരണം ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ പൊളിഞ്ഞു പോയില്ല. ശരിക്കും തിക്കി നിറക്കാം. പക്ഷെ എത്രയും സ്പേസ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കോഴിമുട്ട ചെറിയ സ്ലൈസ് ആക്കി വെച്ചു. ഇതിനകത്ത് കോഴിമുട്ടയോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെറിയൊരു സ്ലൈസ് ഇതിനകത്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ബ്രെഡ് പീസും ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കും. എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് അമർത്തണം. ശരിക്കും നമ്മൾ കട്ട്ലേറ്റിന് കയ്യിൽ വെച്ച് ഇതാക്കില്ല, എന്നാൽ മാതിരി അമർത്തിയിട്ട് സൈഡൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ഈ സൈഡെല്ലാം ഒന്ന് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ആദ്യം സൈഡാണ് ഡിപ്പ് ചെയ്തെടുക്കേണ്ടത്, അപ്പോൾ അവിടെ ക്ലോസ് ആയിക്കോളും. പിന്നീട് താഴെയും മുകളിലും ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ശരിക്കും കവർ ചെയ്യണം, അതായത് ബ്രെഡിൻ്റെ ഭാഗമൊന്നും കാണരുത്. ഫുൾ ബ്രെഡ് ക്രംസ് ആയിരിക്കണം, ബ്രെഡിൻ്റെ ഭാഗമൊന്നും കാണരുത്. ആ രീതിയിൽ കവർ ചെയ്തെടുക്കണം. ഓക്കെ, സംഭവം നല്ലൊരു വെയിറ്റുമാണ്. എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിച്ചുകൊണ്ട് ഇടാനായിട്ട്
നല്ലൊരു കാരണം നിറയെ ഫില്ലിംഗ് ആണല്ലോ ഇതിനകത്ത്. ഒരെണ്ണോടി കാണിക്കുന്നുണ്ട്. നന്നായിട്ട് നിറച്ച് വയ്ക്കാം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം സവാള യൂസ് ചെയ്യാത്തവരുണ്ടാവും. കാരണം എൻ്റെ ഫ്രണ്ട് സവാള അങ്ങനെ ഉപയോഗിക്കാറില്ല. സവാള ഉപയോഗിക്കാത്തവർക്ക് ഉള്ളി യൂസ് ചെയ്യാം കേട്ടോ. ഉള്ളിയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റാണ്. ഉള്ളി ഇതുപോലെ അധികം ഇട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആക്കണ്ട. ഇപ്പം നമ്മൾ സവാള എങ്ങനെയാണോ വഴറ്റിയെടുത്തേക്കണം അതേ രീതിയിൽ മതി. ശരിക്കൊന്ന് ചുറ്റും പ്രസ് ചെയ്തിട്ട് നമുക്ക് എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം. ഓക്കെ, കുറച്ച് ബ്രെഡ് ക്രംസേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഞാനത് എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ ടിന്നിലാക്കി വെച്ചു. അത് ചൂടാറിയ ശേഷം എന്തായാലും ചാനൽ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ 6 എണ്ണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം. കാരണം വെയിറ്റ് ഉണ്ട്, ഉള്ളിൽ ഫുൾ ഫില്ലിംഗ് ആണ്. അപ്പോൾ സൂക്ഷിച്ചാണ് ഇടാനായിട്ട്. കുറച്ച് നേരം ഞാൻ ഇത് ചെയ്ത് വച്ചു. അതിന് ശേഷമാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കാരണം വെള്ളം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വറ്റിയെടുക്കും. നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമല്ലോ, അതൊക്കെ ഒന്ന് വലിയിട്ടെന്ന് ഓർത്തെടുത്ത് വെച്ചത്. അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ ഒരു പൊട്ടലും ചീറ്റലുണ്ടാകുമല്ലോ. അപ്പോൾ നിറയെ എണ്ണയിട്ട് ഫ്രൈ ചെയ്യരുത്. കാരണം ബ്രെഡൊക്കെ ശരിക്കും അബ്സോർബ് ചെയ്യും. അപ്പോൾ കുറച്ച് എണ്ണയിട്ടിട്ട് വേണം. അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. കുറച്ച് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചുറ്റും ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിടുക. ലോ ടു മീഡിയം. അധികം മീഡിയത്തിലേക്ക് വരണം. ലോ കുറച്ചുകൂടി ഇതാക്കി വെച്ചാൽ മതി. അധികം മീഡിയത്തിലേക്ക് വരേണ്ട ഫ്ലെയിം. കാരണം പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതിനകത്തേക്ക് ഇടാം. സൈഡെല്ലാം ഒന്ന് എണ്ണ പൊളിച്ചു കൊടുക്കുക. അപ്പോൾ സൈഡെല്ലാം ശരിക്കൊന്ന് മുരിഞ്ഞു വരും. എന്തായാലും ഇഫ്താറിന് കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണ്. സൈഡൊക്കെ ഒന്ന് ഡിപ്പാക്കണേ ഓയിലിൽ. പിന്നെ ബ്രെഡാണ്, കുഴപ്പമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അധികം ഓയിലൊന്നും ആവുന്നില്ല. ആ ഇട്ട ഓയിലിൽ തന്നെ നമുക്ക് ബാലൻസ് വരുന്നുണ്ട്. ഫുള്ളാണ് ഓയിലെങ്കിൽ തീർച്ചയായും പിന്നെ അത് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നിടക്ക് ഫ്ലെയിം കുറയ്ക്കാൻ നിൽക്കരുത്. ആ ഉള്ള ഫ്ലെയിമിൽ എങ്ങനെയാണോ ഇട്ടിരിക്കുന്നത് ആ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കോരി എടുക്കുന്നത് വരെ. നമ്മളത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഫ്ലെയിം കുറച്ചിട്ടുണ്ടെങ്കിൽ അത് എണ്ണ അബ്സോർബ് ചെയ്യും. എല്ലാം സെറ്റായിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, നല്ല സൂപ്പർ സ്നാക്കാണ്. ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് വയ്ക്കാം, വെജിറ്റബിൾസ് വേണമെങ്കിൽ വയ്ക്കാം, എന്താണെന്നുണ്ടെങ്കിലും വയ്ക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.